കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ ഇസ്റാ വൽ മിഅറാജ് യാത്രയുമായി ബന്ധപ്പെട്ടെങ്കത്തെ ചില പ്രധാനപ്പെട്ട വിഷയ ഞങ്ങൾ ഇവിടെ പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ആ ഒരു ജാവു ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സമാധാന കൊടുക്കൂ. നബി തങ്ങ ഇന്നെങ്കത്തെ ആ ബേജാറെ ഇല്ലാണ്ടാക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ ഒരു ചാൻസ് ആയിട്ടിരിക്കും. ഇവിടെ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടെങ്കത്തെ ഒരു വലിയ ലെസൺ ഉണ്ട്, ഒരു പാട്ടുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായെങ്കിൽ ആ വ്യക്തിക്ക് ദുനിയാവിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കു അള്ളാഹു അയാൾക്കുള്ളെങ്കത്തെ സാന്ത്വന കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്ക് സമാധാനത്തെ, അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിമുട്ടുകളിലെങ്കത്തെ പരിഹാരത്തെ അള്ളാഹു കൊടുക്കുക. അയാൾക്ക് പരിഹാരത്തെ കൊടുക്കുക എത്രത്തോളം അള്ളാഹു കൊടുക്കുക ചൊന്തു നമുക്ക് ചിന്തിക്കുക പോലും സാധ്യയില്ല. ആ രൂപത്തിൽ അള്ളാഹു അവനുക്കുള്ള പരിഹാരത്തെ കൊടുക്കുക. അത് നമുക്ക് ചിന്തിക്കുക സാധിക്കല്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം വന്നെങ്കിൽ അള്ളാഹു അതിനെ എങ്ങനെ സോൾവ് ആക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ സോൾവ് ആക്കുക, ഞങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ആൾമാരായിട്ടിരിക്കുന്ന ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ അള്ളാഹുര മാർഗത്തിൽ ഞങ്ങൾ ഉള്ളമാ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഒരാൾ അള്ളാഹുരെ ഇഷ്ടപ്പെട്ടെങ്കിൽ, അള്ളാഹുരെ സൂക്ഷിച്ച് അവൻ്റെ ജീവനത്തിൽ അള്ളാഹുരെ ശ്രദ്ധിച്ചെങ്കിൽ അവനുക്കുള്ള തെരുവ് അള്ളാഹു കാട്ടിക്കൊടുക്കുക. അത് എങ്ങനെയായിട്ട് നമുക്ക് ചൊല്ലുക സാധിക്കല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചമ്മ പ്രോബ്ലംസ് നബി തങ്ങ ഫേസ് ആക്കിത്ത്, ചമ്മ ബേജാറ് നബി തങ്ങളെ ജീവിതത്തിൽ നബി തങ്ങൾക്ക് ബന്ത്. അപ്പോൾ അള്ളാഹു എങ്ങനെ പരിഹാരം കൊടുത്തോ ഇല്ലേ? അള്ളാഹുടെ റസൂലിൻ്റെ ആകാശ ലോകത്തേക്ക് വിളിച്ചു പോയോ ഇല്ലേ? അതെല്ലാം ഒരു ചെറിയ ഭാഗത്തിൽ അത് നടന്നോ ഇല്ലേ? അപ്പൊ ആ രൂപത്തിൽ ഞങ്ങൾ വിചാരിക്കാത്ത രൂപത്തിലായിട്ടിക്കറ് അള്ളാഹു ഞങ്ങൾക്ക് പരിഹാരത്തണ്ടേ. അത് ഇതുമായി ബന്ധപ്പെട്ട എനിക്കത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പാട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കണായിട്ടിക്കറ്. നോക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഈ ഇസ്റാ മിഅറാജ് ചൊല്ലെങ്കത്തെ ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയോണ്ടു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവ നബി തങ്ങൾക്ക് അനുഭവപ്പെട്ടു. അഥവാ നബി തങ്ങ ഇങ്ങനെ പോയ ഉള്ള സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു, അതത് അലയ്യ റായിഹത്തുൻ തയ്യിബ. ഞാൻ ഇങ്ങനെ ഇസ്റാ കഴിഞ്ഞിട്ട് മിഅറാജ് സഫർ തുടങ്ങരയ്ക്ക് മുന്നോളു ഒരു നല്ല മണ നക്ക് കിട്ടിത്ത്. ആ മണ കിട്ടിയ സന്ദർഭത്തിൽ ജിബ്രീലിന്റെ അടുത്ത് കേട്ട, യാ ജിബ്രീൽ മാ ഹാദിഹി റായിഹത്തു തയ്യിബ. ജിബ്രീൽ, ഇതെന്തരെ നല്ല ഒരു മണ വന്നോ ഉണ്ടല്ലേ, എന്തര ഇത്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ചൊന്തു, ഹാദിഹി റായിഹത്തു മാഷിത ബിൻതി ഇബ്നതി ഫിർഔൻ വ ഔലാദിഹ. ഇത് ഫിർഔനരെയും ഫിർഔന്റെ മക്കളെയും തലഭാരിയോയുന്നതായ ഒരു പെണ്ണിന്ത്. അത് ആ പെണ്ണിങ്ങളെ പേരല്ല മാഷിത ചൊന്തു, അഥവാ ആ പെണ്ണിനെ വിശേഷണായിട്ടിക്കറ് ചൊല്ലതായിട്ടിക്കറ് പണ്ഡിതന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടിയത്. അഥവാ ഫിർഔൻ മാഷിത ചെന്നെങ്കിൽ തലഭാര ഓളുണ്ടർത്ഥ. അപ്പൊ ഫിർഔനരെ മക്കളെ തലഭാരിയോ എന്ന ഒരു പെണ്ണിരെ ചരിത്ര ഇട്ടിക്കറ്, അല്ലെങ്കിൽ ആ പെണ്ണിരെ മക്കളെയും മണ ഇട്ടിക്കരുത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ട് ഒരു തലഭാരെ ഒരു പെണ്ണ് എന്തരെ, ആ പെണ്ണിരെ ചരിത്ര എന്തരെ, ഒമാ ശഅനുഹ എന്തരെ അവളുടെ ചരിത്ര. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുക്കൂ. മാഷിത, ഈ പെണ്ണ് ഫിർഔന്റെ ഒരു മോളുടെ തലഭാരിയോ എന്ന സന്ദർഭത്തിൽ ഇത് സഖത്തത്ത് അൽ മിദ്റ മിൻ യദൈഹ, അവളുടെ കയ്യിൽ നിന്നിട്ട് ആ ചീപ്പ് അല്ലെങ്കിൽ തലഭാരക യൂസ് ആക്കി എന്ന് ചീപ്പ് എന്തരുണ്ടാ അത് നെൽത്ത് പൂന്തു, കീല് പൂന്തു. അപ്പൊ ആ പെണ്ണിങ്ങ ചൊന്തു ബിസ്മില്ലാ, അള്ളാഹുരെ പേര് ചൊന്തു ആ ചീപ്പർ എടുക്കുന്ന സന്ദർഭത്തിൽ ആ ഫിർഔന്റെ മോള് കേട്ടാല് ബിസ്മില്ലാ അള്ളാഹുരെ പേരിൽ ചൊന്നല്ലേ, ഈ അള്ളാഹു നന്റെ അബ്ബമാ അല്ല നന്റെ അബ്ബ ഫിർഔന്റെ മതി ചൊന്നേ. അപ്പൊ ആ പെണ്ണിങ്ങ ചൊന്തു, അല്ല, ഞാൻ ഉദ്ദേശിച്ചത് റബ്ബി വറബ്ബു അബീക അല്ലാഹ്, നന്റെ റബ്ബു അതേപോലെ നിന്റെ അബ്ബ ഫിർഔനരെയും റബ്ബായ അള്ളാഹുറായിട്ടിക്കുന്ന ഉദ്ദേശിച്ചത്. നങ്കൊന്തുണ്ട് ഫിർഔനരെ അവസ്ഥ നങ്കൊന്തുണ്ട്. ആറായിട്ടിന്ത് ഫിർഔൻ അന റബ്ബുക്കുമുല്ല ആല ചൊന്നാലായിട്ടിക്കർ, നാനികളെ റബ്ബു ചൊന്നാലായിട്ടിക്കർ ഫിർഔൻ. അത്രയും അക്രമിയായിട്ടിക്കറ് ഫിർഔൻ ഞങ്ങ മനസ്സിലാക്കുന്നായത്. മനുഷ്യരെ ചരിത്രത്തിൽ ഫിർഔനരെ പോലത്തെ അക്രമിയായ ഒരു വ്യക്തി വന്നിട്ടില്ലാണ്ടായിട്ടിക്കറ് ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവരുത്.
ಆ ಫಿರೌನರ ಮೋಲರೊಟ್ಟಿಗೆ ಈ ಪೆಣ್ಣಿಂಗ ಚೊಲ್ಡೆ ನಂಡೆയും ನಿಂಡೆയും ನಿಂಡೆ ಅಬ್ಬರ ರಬ್ಬ ಎಂಕೆತ್ತೆ ಅಲ್ಲಾಹು. ಅಪ್ಪ ಆ ಪೆಣ್ಣು ಚೊಂತು ನಾನಿದು ಅಬ್ಬಟ್ಟ ಚೊಲ್ಲಟ ಅಥವಾ ನಾನು ಅಬ್ಬಟ್ಟ ಇದು ತೆರಿಪಾಟಟ ನಿಕ್ಕು ಬೇರೆ ഒരു റബ്ബുണ്ട്. അഥവാ ഫിറഔൻ ഈ ചൊല്ലിയ സന്ദർഭം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് തുടങ്ങിയ സന്ദർഭം ഉണ്ടായിട്ടിരിക്കുന്ന ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ചൊല്ലിയത്. അഥവാ നീന് നന്റെ റബ്ബറല്ലാണ്ട് ಬೇರೆ ഒരു അള്ളാഹുര റബ്ബായിട്ട് കണ്ടോ ഇല്ലാണ്ടുള്ള വിഷയം നന്റെ അಬ್ಬട്ട നാ ചൊല്ലട്ട. അപ്പൊ ആ പെണ്ണിങ്ങ ചൊന്തതേ നീ ചൊല്ലു. അങ്ങനെ ഫിറഔന്റെ മുട്ട ഈ വിഷയത്തിലുണ്ടായിട്ടിക്കർ. സഹോദരന്മാർ, അത് വിശാലമായ ചരിത്രത്തിൽ നാം കാണുക സാധ്യವರು. ഒരു ഫിറഔൻ ഈ പെണ്ണിങ്ങളെയും ഈ പെണ്ണിങ്ങക്ക് 3 മക്കയിന്നാറ്. ഈ 3 മക്കളെയും ഫിറഔൻ കൊല്ലകു തീരുമാനിക്കറ. അങ്ങനെ ഓരോരുത്തരെയും കൊല്ലുറതായിട്ടിക്കറ് നമുക്ക് കാണേണ്ടത്. അത് പല രൂപത്തിലും ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട് ആ പെണ്ണരെയും മക്കളെയും പിന്നെ ഒരു വലിയ പിന്നെ എട കൊമ്പന്നിട്ട് അതിൽ എണ്ണ നിറച്ചിട്ട് ആ എണ്ണ കിട്ടിട്ട് കൊല്ലുന്നത്. ഈ ഉമ്മ അതെല്ലാം കണ്ടോ ഉണ്ടോ ചൊല്ലതായിട്ടിക്കറ് നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോഴത്തേക്കു മനസ്സിലാക്കുക സാധ്യവരത്. അവിടെ ആ ചെറിയ കിടാവുരെ ആ തന്നിക്കിടുന്ന സന്ദർഭത്തിൽ ആ പെണ്ണിങ്ങത്തെല്ല് പേടിക്കറ് ആയെങ്കില ആ കിടാവ് പരസ്പര മുണ്ടതായിട്ടിക്കറ് ഞങ്ങൾ ആ ചരിത്രത്തിൽ കണ്ടത്. അഥവാ ആ കിടാവുരെ ഇട്ട സന്ദർഭത്തിൽ ഈ ഉമ്മത്തെല്ല് പേടിക്കറ്. അപ്പൊ ആ കിടാവ് പലക്ക പറയർ. ആ കിടാവ് ചൊല്ലു, യാ ഉമ്മ ഫഇന്ന അദാബ ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ. ദുനിയാവുരെ ആ അദാബ് ഫിറഔന്റെ ഈ ശിക്ഷ ചൊല്ലത് അത് പരലോകത്തെ ശിക്ഷരെ വെച്ച് നോക്കുമ്പോൾ എത്രമാ നിസാരമായിട്ടിക്കറ് ചൊന്തു ആ കിടാവ് ചൊല്ലത് നമുക്ക് കാണാം. ഇസ്ലാമിക ചരിത്രത്തിൽ പലക്കപ്പറിനെ കൊറേ മക്ക ഉള്ളാർ അതിൽ പെട്ടതായിട്ടിക്കറ് ഈ കിടാവ് ഉണ്ട് ഞങ്ങൾ മനസ്സിലാക്കൂ സാധ്യവർ. ഇങ്ങനെ ആ പെണ്ണിങ്ങളെ സ്മെല്ലായിട്ടിക്കറ് കൂടെ അനുഭവപ്പെട്ടത് ചൊന്തു ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു. ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കുകയുള്ള പാഠ ചൊല്ലത് സഹോദരന്മാരെ, ദുനിയാവുരെ ജീവനത്തിൽ അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറായിട്ടിക്കറ് സ്വാദിഖുൽ മസ്ദൂഖ് ആയിട്ടിക്കറ്, കളവ് ചൊല്ലാത്ത നബി ആയിട്ടിക്കറ്. അപ്പൊ ആ നബി ഒരു പലക്ക ചൊല്ലെ ദുനിയാവിലു ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കത്തെ അള്ളാഹുരെ ദീനിക്ക് വേണ്ടിയിട്ട് ത്യാഗ സഹിച്ചെങ്കത്തെ ഒരു സാധാരണക്കാരിയായ പെണ്ണ് അല്ലെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ വേറെ എവിടെയും ഈ പെണ്ണുങ്ങളെ വിഷയത്തിൽ പരാമർശിക്കപ്പെടില്ല. മൂസാ നബിയുടെ ഉമ്മ അല്ല അല്ലെങ്കിൽ മൂസാ നബിയുടെ ഉമ്മയുടെ സഹോദരരുടെ വിഷയ ഖുറാനിൽ പരാമർശിച്ചത്. അങ്ങനെ എവിടെയും ഈ പെണ്ണുങ്ങളെ വിഷയമില്ല. ഫിറഔന്റെ മക്കളെ തലവാരി എന്നൊരു സാധാരണ പെണ്ണ് അള്ളാഹുരെ ദീനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ത്യാഗം അനുഭവിച്ചതായ ഒരു പെണ്ണായിട്ടിക്കർ. ഖുറാനിൽ ഈ ചരിത്രം നിങ്ങൾക്ക് കാണില്ല. ഖുറാനിലെവിടെ ഈ ചരിത്രം ഇല്ല. മാത്രമാ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിറ ആ പെണ്ണിനെ നോട്ടാക്കിറ. അള്ളാഹു എന്താക്കിറത് നോട്ടാക്കിറ. ആ പെണ്ണുകുല്ലെങ്കത്തെ ആ പെണ്ണിങ്ങുല്ലെങ്കത്തെ കൂലിരെ അള്ളാഹു പരലോകത്ത് കൊടുത്തിറ. ഇതുപോലെ ഇട്ടിക്കರು ദുനിയാവുരെ ജീവനത്തിൽ അള്ളാഹുരെ ദീനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആക്രതായ ത്യാഗ, അള്ളാഹുരെ ദീനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആക്രതായ അധ്വാന, ಅದರ ಕೂಲಿ ನಂಗೆ ಪರಲೋಕത്ത് കിട്ടും. അതിൽ ഞങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. ഞങ്ങൾ പണിയെടുക്കണുണ്ട് മാത്രം. അപ്പം ഇത് ഞങ്ങൾക്ക് ഇതിൽ പഠിക്കുകയുള്ളെങ്കത്തെ മനസ്സിലാക്കുകയുള്ളെങ്കത്തെ ഒരു പാഠായിട്ടിക്കർ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു, സുമ്മ അഖദ ബിയദി ഫഅറജ ബി ഇല സമാഇ ദുനിയ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നന്റെ കൈ പിടിച്ചിട്ട് ആകാശ ലോകത്തുകളിലേക്കെത്തി മിഅ്റാജിലെ യാത്ര ജിബ്രീൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രത്തോളം നടന്നത് അത് അൽ ഇസ്രാ ആയിട്ടിക്കർ. അഥവാ ഇസ്രാ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചൊന്ന മക്കത്തെ ബൈത്തുൽ മഖ്ദിസുകളിലേക്കത്തെ സഫർ, ആ യാത്ര കയറ്റിക്കർ ഇസ്രാ ചൊല്ലത്. അതിൽ പിന്നെ ഉള്ളത് മിഅ്റാജ് ആയിട്ടിക്കർ. അപ്പൊ ഇസ്രാ കയറ്റിക്കർ ബുറാഖ് വാഹനത്തെ യൂസ് ആക്കിയത്. അതിൽ പിന്നെന്തില്ല ബുറാഖില്ല. ജിബ്രീൽ സ്വതഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൈ പിടിച്ചിട്ട് ആകാശ ലോകത്തേക്ക് വിളിച്ചു പോയതായിട്ടിക്കർ നമുക്ക് കാണുക സാധ്യവരെ. അപ്പൊ ഇനി ആകാശ ലോകത്തേക്ക് പോകുമ്പോഴത്തേക്കു 7 ആകാശമുണ്ട്. വലൈക്കും സലാം. 7 ആകാശത്തിലും ഓരോ ആകാശത്തിലും ചില നബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട്. ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുന്ന ഹദീസ് അതുപോലെ വിശദീകരിക്കുന്നതാണ്. ഒന്നാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു, ഫലമ്മാ ജിഇതു ഇല സമാഇ ദുനിയ. ഒന്നാമത്തെ ആകാശ അഥവാ ആകാശത്തെ ഭൂമിയൊട്ടിಗೆ ಯಾರ മുട്ട ഉള്ളതായ ആകാശ, ആ ആകാശത്തിಗೆ എത്തിയപ്പ ജിബ്രീൽ അങ്ങനെ ആ ആകാശത്തെ ഡോറിന്റെ മുട്ട ഉള്ള മലക്കരൊട്ടിಗೆ ചൊന്തു ഡോറ് തുറക്കുക വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ട്. അപ്പൊ ആ മലക്ക് കേട്ടിട്ട് മൻ ഹാദ, ആരിത്? അപ്പൊ ജിബ്രീൽ ചൊന്തു ഹാദ ജിബ്രീൽ. അപ്പൊ ആ മലക്ക് ബദല കേക്കറ് ഹൽ മഅക അഹദ്. ഇത് ഈ ഹദീസിലെ ഈ പ്രയോഗം മാത്രം പഠിച്ചെങ്കിൽ മയ്യാവും. എല്ലാ ആകാശത്തിലും ഇതേപോലെ ഉള്ള ക്വസ്റ്റൻ ആയിട്ടിക്കറ് ബണ്ടത്. അപ്പൊ അത് ഞാൻ എന്താക്കില്ല, ഓരോ ആകാശത്തേക്ക് പോകുമ്പോഴത്തേക്ക് റിപ്പീറ്റ് ആക്കില്ല. അവിടെ ഏത് നബിയുടെ കണ്ടന്റ് മാത്രം നാച്ചുണ്ട്. അപ്പൊ ഹൽ മഅക അഹദ്, നിങ്ങളൊട്ടിಗೆ ആരെങ്കിലും ഉള്ളാറാം? അപ്പൊ അയാൾ ചൊന്തു നഅം മഅി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എൻ്റെ ഒട്ടിಗೆ മുഹമ്മദ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ട്.
അപ്പൊ ആ മലക്കേക്കർ ഉർസില ഇലൈഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ റസൂലായിട്ട് അള്ളാഹു കടത്തിരാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുള്ളത് അള്ളാഹുടെ റസൂലിന്റെ അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന എല്ലാ വിഷയവും മലക്കിറക്ക് എന്താവില്ല ഗൊന്തായോ ഇല്ല. അതുകൊണ്ടായിട്ടിക്കറ ആ മലക്കേക്കർ മുഹമ്മദ് നബി റസൂലായിട്ട് കടത്തിര അഥവാ കടത്ത് മുഹമ്മദ് നബി ബറകൊണ്ടു അല്ലെങ്കിൽ കടത്തുകൊണ്ടുള്ള വിഷയം ചിലപ്പോൾ ഗൊന്തിക്കൂ, മാത്രം കടത്തിയ വിഷയം ഗൊന്തില്ല. അതുകൊണ്ടായിട്ട് കേക്കറെ അയാളുടെ റസൂലായിട്ട് കടത്തിര അതേ കടത്തിറ്. അങ്ങനെ ഒന്നാമത്തെ ആകാശത്തേക്ക് പോകേണ്ടതായിട്ടിക്കറ് നിങ്ങൾക്ക് കാണുക സാധ്യവരെ. ഇനി ആ ഒന്നാമത്തെ ആകാശത്തിൽ മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാം റൈറ്റിക്കർ കാണ്ടത്. ആദം നബി അലൈഹിസ്സലാം അബുൽ ബഷർ റൈറ്റിക്കർ അങ്ങനെ ആദം നബി അലൈഹിസ്സലാം കാണ്ട് അങ്ങനെ ആദം നബി അലൈഹിസ്സലാം റൊಟ್ಟಿಗೆ ಸಲಾം ചൊല്ലു. ആദം നബി അലൈഹിസ്സലാം റൊಟ್ಟಿಗೆ ಸಲಾം ചൊന്നൽ പിന്നെ നെക്സ്റ്റത്തെ ആകാശത്തേക്ക് പോകണ്ട. അങ്ങനെ ഓരോ നബിമാരെ ഞാനത് ഓരോ പിന്നെ മൈന്യൂട്ടായ പോയിന്റിക്ക് നാ പോണില്ല. ആദം നബി അലൈഹിസ്സലാം നബി തങ്ങളുടെ ചൊല്ലു മർഹബൻ ബിബിൻ സാലിഹ് നന്റെ സ്വാലിഹായ മോനുഗു സ്വാഗത ചൊന്ത ആദം നബി അലൈഹിസ്സലാം ചൊല്ലത് കാണാം. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് ദുആ ആക്കിറതായിട്ടിക്കറ് നമുക്ക് കാണുക സാധ്യവരെ. പിന്നെ നെക്സ്റ്റത്തെ ആകാശത്തിൽ ഇദ്രീസ് നബി അലൈഹിസ്സലാമരെ കാണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാം ഓരോ ആകാശത്തിലും മലക്കറം കേൾക്കറ ആറ്. അപ്പൊ ജിബ്രീൽ നിങ്ങൾ ഒട്ടികാറ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ നബിയായിട്ട് കടത്തിരി. ഇതേപോലത്തെ ക്വസ്റ്റൻ ഓരോ ആകാശത്തിലും ഉണ്ട്. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമരെ കാണ്ട്. പിന്നെ തെല്ല് പോയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമരെ കാണ്ട്. മൂസാ നബി അലൈഹിസ്സലാമരുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ചെറിയ വിശദീകരണമല്ല കൊടുക്കുറു. മൂസാ നബി അലൈഹിസ്സലാമരെ കാണുമ്പോഴത്തേക്ക് എങ്ങനെ ഇന്തുണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിക്കുക. അങ്ങനെ ഓരോ ആകാശത്തെയും എത്തിയൽ പിന്നെ ലാസ്റ്റ് ഏഴാമത്തെ ആകാശത്തേക്ക് എത്തറ്. അതായിട്ട് സുമ്മ ഉരിജ ബിനാ ഇല സമാഇ സാബിഅ ഏഴാമത്തെ ആകാശത്തേക്ക് എത്തിത്ത്. ഓരോ ആകാശത്തിലും ഓരോ നബിമാരെ പർട്ടിക്കുലർ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീട്ടാവറു. അങ്ങനത്തുള്ള ഇതേ ഒരു സംഭാഷണമായിട്ടിരിക്കുക അഥവാ അങ്ങ് പരസ്പര ദ്വാർക്കറെ അങ്ങനത്തെ ഒരു സംഭാഷണമായിട്ടിരിക്കുക. ഏഴാമത്തെ ആകാശത്തേക്ക് എത്തിയപ്പ അവിടെ ഉള്ളത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിട്ടിരിക്കുക. ഫഇദാ അനബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടേ. ഇബ്രാഹിം നബി മുസ്നിദൻ ലഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ. അവിടെ ബൈത്തുൽ മഅമൂർ ഉണ്ട്. ബൈത്തുൽ മഅമൂർ ചൊന്നത് ദുനിയാവുരെ കഅബത്തെ നേരെ മേലെ ആകാശത്തെ ഏഴാമത്തെ ആകാശത്തിലുള്ളെങ്കത്തെ ഒരു പള്ളിയായിട്ടിക്കർ അല്ലെങ്കിൽ ഒരു അവയിട്ടിക്കർ അല്ലെങ്കിൽ ഒരു ജാഗയിട്ടിക്കർ. ആ ജാഗയിൽ ഇബ്രാഹിം നബി ആ പള്ളിക്ക് പിന്നെ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമറെ മുതു ചാഞ്ഞിട്ട് അതിലിങ്ങനെ ദച്ചിട്ടുണ്ട്. അങ്ങനെ ആ ബൈത്തുൽ മഅമൂറിന്റെ പ്രത്യേകത എന്തേ വഇദാ ഹുവ യദ്ഖുലുഹു കുല്ല യൗമിൻ 70000 മലക്. ಇದಕ್ಕೆ മുന്നുള്ള ഒരു ഹദീസ് നാം ഇവിടെ പ്രസ്താപാക്കിയുന്ന ഈ ഹദീസ് ഏത് അത് ഒരു നാല് 70,000 മലക്കിറങ്ങ ആ ഔത്തുക എൻ്റർ ആവുറാർ അല്ലെങ്കിൽ ആ പള്ളിക്ക് എൻ്റർ ആവുറാർ എന്തൊക്കെ ഇബാദത്ത് എടുക്കുക വേണ്ടിയിട്ട്. ആ മലക്കിറങ്ങളെ പ്രത്യേകത ലാ യഊദൂന ഇലൈഹി ഒർക്ക എൻ്റർ ആയ മലക്ക് പിന്നെന്താവില്ല ആ പള്ളിക്ക് പിന്നെ എൻ്റർ ആവില്ല. അപ്പൊ അത്രയും ഒന്നാമത്തെ വിഷയത്തിൽ നമുക്കുള്ളത് മലക്കിറങ്ങളെ നമ്പേഴ്സ് എത്രത്തോളം മലക്കിറങ്ങ ഉള്ളാറ് ചൊന്ത് നമുക്ക് ಗೊತ್ತಿಲ್ಲ. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്താക്കുലെങ്കത്തെ ഇത്ര മലക്കിറങ്ങ അങ്ങ് അള്ളാഹുഗു ഇബാദത്താക്കിയോ ഉള്ളാറ് ചൊല്ലെങ്കത്തെ ഒരു മെസ്സേജ് ആയിട്ടിക്കർ. അപ്പൊ അതുകൊണ്ടിട്ടു ഞങ്ങളെ ഇബാദത്ത് കൊണ്ടിട്ട് അള്ളാഹുക്ക് എന്തില്ല എന്തും പ്രത്യേകിച്ച് അള്ളാഹുക്ക് എന്തും ബെനിഫിറ്റ് ഇല്ല ഞങ്ങൾ ഇബാദത്താക്കുന്നത് കൊണ്ടിട്ട്. അതുകൊണ്ടായിട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൊന്നത് ദുനിയാവിലുള്ള എല്ലാ മനുഷ്യന്മാരും നല്ല മുത്തഖിമാരായെങ്കും അള്ളാഹുരെ മുൽഖിയത്തിൽ എന്തും യാറാവുക പോണില്ല. ദുനിയാവിലുള്ള എല്ലാ മനുഷ്യന്മാരും ബെടക്ക് മനുഷ്യന്മാരായെങ്കും അള്ളാഹുരെ മുൽക്കിൽ എന്താവില്ല എന്തും കൊറടിയാവുകയും പോണില്ല. അത്രയും മലക്കരങ്ങ് അവിടെ ഇബാദത്താക്കിയോ ഉള്ളാറ് ചൊന്നതായിട്ടിക്കർ. അപ്പൊ ഈ മലക്കരങ്ങളെ പ്രത്യേകത ഞങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു മാ ഫീഹാ മൗദിഉ 4 അസാബിഅ. ആ ആകാശത്തിൽ 4 ബെർല് വെക്കരത്ര ജാഗ ഇല്ലാണ്ട് അഥവാ ആ ഒരു ചെറിയ സ്പേസ് അഥവാ ഒരു സുജൂദിയുടെ ആവശ്യമായിക്കത്തെ ജാഗ ഒരു 4 ബെർല് വെക്കുള്ള ജാഗല്ലേ അത്ര ജാഗ പോലും ബാക്കിയില്ല. ഇല്ല വ മലക്കുൻ വാദിഉൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹി അസ്സ വജല്ല. എങ്ങനല്ലാണ്ട് അവിടെ അവിടെയും മലക്ക് എന്താക്കിട്ടിക്കറ് സുജൂദാക്കിട്ടിക്കറ് അള്ളാഹുക്ക് സുജൂദാക്കിട്ടിക്കറുണ്ട്. അപ്പൊ അത്ര പോലും സ്പേസ് അവിടെ ബാക്കിയില്ല. എല്ലാ മൊത്തം മലക്കിറങ്ങ സുജൂദാക്കിട്ടിക്കറാറുണ്ട്. ചില പണ്ഡിതന്മാർ ഇങ്ങനത്തെ ചില ഹദീസുകളെ ക്രോഡീകരിച്ചുള്ളാറ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മലക്കിറങ്ങളെ സൃഷ്ടിച്ചരമേ സുജൂദര അവസ്ഥയിലുണ്ട്. അങ്ങനെ സൃഷ്ടിച്ചരമേ സുജൂദര അവസ്ഥയിൽ ഖിയാമത്ത് നാളത്തോളം സുജൂദാക്കി വയ്ക്കരെ അങ്ങനെ സൃഷ്ടിച്ചരമേ. അങ്ങനെ ചില മലക്കിറങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചരമേ റുക്കൂഅ അവസ്ഥയിൽ അള്ളാഹു എന്താക്കിറ ചില മലക്കിറങ്ങളെ സൃഷ്ടിച്ചിരാണ്ട്. അവിടെ നിങ്ങൾക്ക് കാണുക സാധ്യവരു അങ്ങനെ ഖിയാമത്ത് നാൾ മുട്ട പറമ്പത്തും ഈ മലക്കിറങ്ങ സുജൂദര എണിക്കിറാർ അല്ലെങ്കിൽ അങ്ങനെ റുക്കൂഅ എണിക്കിറാർ അല്ലെങ്കിൽ
ഭൂമി അവസാനിക്കുമ്പോഴത്തേക്കും ഖിയാമത്ത് നാൾ സംഭവിക്കത്തും അങ്ങെല്ലാരും പിന്നെ അള്ളാഹു നിശ്ചയിച്ച അവസ്ഥക്ക് അങ്ങ് എത്തുമ്പോൾ തങ്ങ ചൊല്ലാറുള്ള സുബ്ഹാനക അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനായിട്ടിരിക്കറ അല്ലാഹുമ്മ മാ അബദ്നാക ഹഖ്ക ഇബാദതിക അല്ലാഹുവേ നിന്റെ ഇബാദത്ത് ആക്കണായ പോലെ ഞങ്ങൾ ഇബാദത്ത് ആക്കിയിട്ടില്ലാണ്ട് ആ മലക്കരങ്ങ് ചൊല്ലാറുള്ള അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചരമേ സുജൂദ അവസ്ഥയിലുണ്ട് അങ്ങനെ സൃഷ്ടിച്ചരമേ റുക്കുവര അവസ്ഥയിൽ ആ മലക്കരങ്ങ് അള്ളാഹു ഇട്ട ചൊല്ല അള്ളാഹുവെ ഞങ്ങൾ നിന്റെ ഇബാദത്ത് എടുക്കേണ്ട പോലെ ഞങ്ങൾ എന്താക്കിയിട്ടില്ല ഇബാദത്ത് എടുത്തിട്ടില്ല ഗൗരവത്തിൽ ഞങ്ങൾ ആലോചനാക്കുന്ന എനിക്ക് തുറപ്പലക്കയറ്റിക്കറ് സഹോദരന്മാരായത് ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലൊട്ടിಗೆ ഇത് ഒരു ദിക്റായിട്ട് ചില സന്ദർഭത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ചില പിന്നെ പണ്ഡിതന്മാരത് പഠിപ്പാട്ടിയർ അള്ളാഹുട്ട ഞങ്ങൾ ചൊല്ലണായ ഒരു പലക്ക അല്ലെങ്കിൽ ഒരു ദുആഇരൊട്ടിಗೆ ചൊല്ലണായ ഒരു പലക്ക ഇട്ടിക്കൽ അല്ലാഹുമ്മ മാ അബദ്നാക ഹഖ്ക ഇബാദതിക അള്ളാഹു നിന്റെ ഇബാദത്ത് എടുക്കണായ രൂപത്തിൽ ഞങ്ങൾ ഇബാദത്ത് എടുത്തിട്ടില്ല റബ്ബെ ചൊല്ലത് ദുആഇരൊട്ടിಗೆ ഞങ്ങൾ ചൊല്ലണായ ഒരു പലക്ക ചൊന്തു ചില പണ്ഡിതന്മാർ പഠിപ്പാട്ടിയത് ഞങ്ങൾക്ക് കാണുക സാധ്യം അങ്ങനെ കൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമറെ കാണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറെ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി കൊടുക്കും ഹാദാ അബൂക ഇബ്രാഹിം ഇത് നിങ്ങൾ അബ്ബ ഇബ്രാഹിം നബി അലൈഹിസ്സലാമായിട്ടിക്കർ ഇബ്രാഹിം നബി ചൊല്ലു മർഹബൻ ബിബ്നി സാലിഹ് നന്റെ സാലിഹായ മോനുകു സ്വാഗത അല്ലെങ്കിൽ മർഹബൻ ചൊല്ലു ഈ 7 ആകാശത്തിൽ 2 നബിമാരായിട്ടിക്കരുത് ചൊല്ലു ഒന്ന് ആദം നബി അലൈഹിസ്സലാം 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാക്കി നബിമാരല്ല അഹുൻ സാലിഹ് ഉണ്ടായിട്ടിക്കർ ചൊല്ലു സാലിഹായ ഞങ്ങളെ സഹോദരൻ കാരണം ആദം നബി അബുൽ ബഷർ ആയിട്ടിക്കർ അങ്ങനെ ആദം പിന്നെ ഇബ്നായിട്ടിക്കർ 3 അബ്ബ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറെ പരമ്പര എത്തുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിട്ടിക്കർ ആ കണക്കിൽ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറെ അബ്ബ ചൊന്ത അഭിസംബോധന ആക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലൊരു ഹദീസിൽ ലഖീതു ഇബ്രാഹിം ലൈലത ഉസ്രിയ ബി ನಾನು ಇಸ್ರಾ ಮಿಅರಾಜರ ಜಾവുಲು ഇബ്രാഹിം നബി അലൈഹിസ്സലാമറെ കണ്ട ഇബ്രാഹിം നബി നന്നിട്ട് ചൊന്തു യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി അസ്സലാം നിന്റെ ഉമ്മത്തിരൊട്ടിಗೆ നിങ്ങ നന്റെ ഒരു സലാം നിങ്ങളെ ഉമ്മത്തിരൊട്ടിಗೆ നിങ്ങൾ ചൊല്ലണം അഥവാ നന്റെ ഒരു സലാം നിങ്ങളെ ഉമ്മത്തിಗೆ നിങ്ങൾ ചൊല്ലണം വഅഖ്ബിറുഹും ಅದರ ಒಟ್ಟಿಗೆ നിങ്ങൾ ചൊല്ലണു അന്നൽ ജന്നത ത്വയ്യിബതു തുർബ അദ്ബത്തുൽ മാ സ്വർഗ ചൊല്ലത് ത്വയ്യിബതു തുർബ ಅದರ മണ്ണ് അത് ത്വയ്യിബായക്കത്തെ ശുദ്ധമായ മണ്ണായിട്ടിക്കർ അദ്ബത്തുൽ മാ ಅದರ തണ്ണി ചൊല്ലത് അത് ശുദ്ധമായ തണ്ണിയായിട്ടിക്കർ വന്ന ഖിറാസഹ സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ആ സ്വർഗത്തിക്ക് നിങ്ങൾ പോണുണ്ടായ ആക്കണായതെന്ത് ആ സ്വർഗത്തിൽ നിങ്ങൾ തൈ നടോರು ಉಂಟು സ്വർഗത്തിൽ തൈ നടണം എന്തൊരു സ്വർഗത്തെ തൈ അത് ഈ ദിക്റായിട്ടിക്കർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ಅದರ ಅರ್ಥ ಅಂದ್ರೆ സ്വർഗത്തിക്ക് പ്രവേശിക്കുക നിങ്ങൾക്ക് ഈസി ആവണുണ്ടായെങ്കിൽ നിങ്ങൾ എന്താക്കറു ഈ ദിക്റെ നിങ്ങൾ ಯಾರ ചൊല്ലറു ചില പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ ഈ ദിക്റിന്റെ പ്രാധാന്യം വന്ന വേറെ കുറെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചൊന്നാറ് ഒരു ദുആഇനെ കാട്ടിയും ശ്രേഷ്ഠമായിട്ട് ഈ ദിക്ർ ഒരാൾ ദുആർക്കില്ല അയാൾ ഈ ദിക്ർ മാത്രം ചൊന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ പോലത്തെ ദിക്ർ മാത്രം അയാൾ ചൊന്നോ ഇന്നെങ്കിൽ പോലും അയാളുടെ മനസ്സിലുള്ള ഉദ്ദേശത്തെ ദുആർന്നില്ലെങ്കിലും അള്ളാഹു അയാൾക്ക് എന്താക്കറ് പരിഹാരാക്കി കൊടുക്കുന്നു അങ്ങനെ ജണ്ട് വിഷയത്തെ അങ്ങനെ ചൊന്ന് ഒന്ന് ഈ ദിക്റായിട്ടിക്കർ രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തായിട്ടിക്കർ ഞങ്ങൾ ദുആർന്നില്ലെങ്കും ഞങ്ങളെ ഉദ്ദേശത്തെ അള്ളാഹു എന്താക്കറ ഈ രണ്ട് ദിക്ർ ഒന്ന് ദിക്റും 2 സ്വലാത്തും ഇത് 2ഉം ഇന്നേണ്ടായി അള്ളാഹു പൂർത്തിയാക്കി തണ്ട അപ്പൊ ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ ചൊന്നത് നമുക്ക് കാണുക സാധ്യത ഇവിടെ സഹോദരന്മാരെ എന്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നബിമാരെ മാത്രം കണ്ടത് നബിമാരെ വേറെയും ഉണ്ടല്ലേ ഈ നബിമാരെ പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകത്തെ കുറെ കാരണത്തെ പണ്ഡിതന്മാർ ചൊന്നാർ അതിൽ ഒന്നാമതായിട്ട് പണ്ഡിതന്മാർ ചൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഈമാൻ യാർ ആക്കുക അതിനർത്ഥം നബിക്ക് ഈമാൻ കൊറോടിൻ തിണ്ടല്ല ഈമാൻ കൊറോടിൻ തിണ്ടല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ തഖ്വയുള്ള മനുഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടിക്കർ അതിൽ സംശയമില്ല പിന്നെ അത് തെല്ല് യാറാക്കുക അല്ലെങ്കിൽ അണും തെല്ല് ഗട്ടിയാക്കുക ഇട്ടിക്കർ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയോ ഇന്ന സന്ദർഭം ചൊല്ലത് അത്രയും ബേജാറുള്ളെങ്കത്തെ ഒരു മനുഷ്യക്ക് പോലും ചിന്തിക്കുകയാവാത്തെങ്കിത്തൊരു അവസ്ഥ ഇട്ടിക്കർ ചരിത്രമെല്ലാം ഞങ്ങൾ പഠിച്ച തായിഫിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട ആ ബുദ്ധിമുട്ട് അവസ്ഥ അപ്പൊ നബി തങ്ങളെ ഈമാനരെ തെല്ല് യാറ ആക്കുക വേണ്ടിയിട്ട് ഇട്ടിക്കർ അതുണ്ടാക്കിയത് അപ്പൊ ഒരാള് കേൾക്കുന്നതും അതേപോലെ കാണ്ടതും വ്യത്യാസമുണ്ട് അല്ലേ ഇപ്പൊ ഈ നബിമാരെ ചരിത്രയും അതേപോലെ സ്വർഗ നരക ഇതെല്ലാം കേൾക്കുന്നതും അത് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണ്ടതും എന്തുണ്ടു വ്യത്യാസമുണ്ട് ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുട്ടെ കേട്ടിട്ടല്ലേ അള്ളാഹുവെ കൈഫ തുഹ്യിൽ മൗത അള്ളാഹു നീ മരിച്ചങ്ങളെ എങ്ങനെ ജീവിപ്പിക്കറ എന്നെ നക്കൊക്കെ കാട്ടിത്ത ഇബ്രാഹിം നബി അള്ളാഹുട്ടെ ചൊല്ലി
അപ്പൊ അള്ളാഹു കേൾക്കിற അവലം തോമി നിങ്ങൾ വിശ്വസിക്കില്ലേ? കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം നബി ആയിട്ടിക്കറ്. ആ നബി അള്ളാഹു ഇട്ട് ചൊല്ല അള്ളാഹു നീ മരിച്ചങ്ങളെ എങ്ങനെ ജീവിപ്പിക്കറ കുറുക്ക കാട്ടിത്താണ്ട്. അപ്പൊ അള്ളാഹു കേൾക്കിற അവലം തോമി നിങ്ങൾ വിശ്വസിക്കില്ലേ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊല്ല അള്ളാഹു വിശ്വസിക്കാത്ത കൊണ്ടല്ല, വലാക്കിൽ യത്തുമ ഇന്ന കൽബി, നിന്റെ മനസ്സുക്ക് ഒരു സ്ഥിരത വേണം, ഒരു ഗ്യാരണ്ടി, അല്ലെങ്കിൽ മനസ്സുക്ക് ഒരു സമാധാനം കിട്ടുക വേണ്ടിയിട്ട് നീ അതെന്താക്കിത്ത കാട്ടിത്താണ്ട്. അപ്പൊ പണ്ഡിതന്മാർ ചൊല്ലത് ഒന്നു ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഈമാനികമായ അവസ്ഥ യാറാവും. രണ്ടാമത്തേത് ഈ ഒരു സിറ്റുവേഷൻ ചൊല്ലത് ഹിജറത്തെ ഒരു 10-12 കാലഘട്ടം ഇട്ടിക്കർ. ಅದರ അവസ്ഥ ಅಂದ್ರೆ നബി തങ്ങ ഹിജറത്തുക്ക് പോണുകു റെഡി ആയിട്ടുള്ളതായ സന്ദർഭം ഇട്ടിക്കർ. അപ്പൊ ഈ നബിമാരെല്ലാം നോക്കൂ, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലായിട്ടിക്കർ. ആദം നബിയുടെ സ്ഥാനം ഇന്ന് ആ സ്വർഗത്തെ പിന്നെ ഭൂമിക്ക് ಬಂತು, ഭൂമിയിലും ആദം നബി ഇല്ലിന ജാഗര പിന്നൊരു ജാഗಗೆ ഹിജറാക്കിത്ത്. അപ്പൊ ആദം നബി ഹിജറാക്കിയಂಕಿತ ವ್ಯಕ್ತಿ ಇಟ್ಟಿಕರು. മൂസാ നബി അലൈഹിസ്സലാം സ്വന്തം റായത്തെ വിട്ടിട്ട് ഹിജറാക്കിയಂಕಿತ വ്യക്തി ഇട്ടിക്കರು. നൂഹ് നബി അതേപോലെ പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം റായത്തെ വിട്ടിട്ട് ഹിജറാക്കിയಂಕಿತ വ്യക്തി ഇട്ടിക്കರು. അപ്പൊ ഈ നബിമാരെ എല്ലാം കാണുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರ മനസ്സുകരെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഹിജറത്തുക്ക് വേണ്ടിയിട്ട് അള്ളാഹു എന്താക്കിയുള്ള പ്രിപ്പയർ ആക്കിയുള്ള ചൊല്ലതായിട്ടിക്കറ്. ഇതിരെ ഉദ്ദേശ ചൊല്ലതായിട്ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കണത് ഈ നബിമാരെ കാട്ടിയതിൽ ചില പണ്ഡിതന്മാർ ചൊല്ലർ അതിൽ വലിയ ഒരു പാഠം ഉണ്ടെന്തരെ മുന്നോല് കഴിഞ്ഞുപോയ സ്വാലിഹിമാരായ ആൾമാരെ ചരിത്രത്തെ ഞങ്ങൾ പഠിക്കണു ചൊല്ലത് ഇതിൽ നിന്നിട്ട് അള്ളാഹു പഠിപ്പാട്ടി തന്നെ. കാരണം എന്തേ, അള്ളാഹു സ്വർഗ കാട്ടറയ്ക്കും മുന്നോളൂ നരകത്തെ കാട്ടറയ്ക്കും മുന്നോളൂ അള്ളാഹു ഇട്ട പലക്ക വരയ്ക്കും മുന്നോളൂ ഫസ്റ്റ് അള്ളാഹു ആക്കിയെന്തരെ ഈ നബിമാരെല്ലാം പരിചയപ്പെടുത്തി കൊടുത്ത, അല്ലെങ്കിൽ ഈ നബിമാരെല്ലാം കാണുകൊള്ള സൗകര്യമാക്കി കൊടുത്ത. അപ്പൊ എന്തുകൊണ്ടിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൊന്താവണെന്തരെ ഇത് നാനല്ല ഈ ബുദ്ധിമുട്ട് ഫസ്റ്റ് അനുഭവിച്ചോളൂ, നന്റെ മുന്നോളും ചെമ്മ ആൾമാർ സമാനമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിറാറു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൊന്താവണം. ഞങ്ങൾ അങ്ങനെ ഇട്ടിക്കറ് മുന്നോൽ കഴിഞ്ഞു പോയക്കത്തെ നബിമാരതാ അല്ലെങ്കിൽ പിന്നെ സ്വഹാബിമാരതും അതേപോലെ മുന്നോൽ കഴിഞ്ഞു പോയ സലഫുമാരെ ജീവന ഞങ്ങൾ എന്താക്കണു ഞങ്ങൾ പഠിക്കണം. ലോകത്ത് ഇമാമിങ്ങ ആ ചരിത്രത്തെ പഠിപ്പാട്ടകും പഠിക്കുകയും വലിയ പ്രാധാന്യത്തെ പണ്ഡിതന്മാർ കൊടുത്തറ. എത്ര സ്വഹാബിമാരെ ജീവനവും അതേപോലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജീവനെല്ലാം ക്രോഡീകരിക്കുക എത്ര വലിയ കിതാബായിട്ടിക്കർ പണ്ഡിതന്മാർ എഴുതിയത്. അപ്പം ഞങ്ങൾ അത് പഠിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഈമാൻ യാറാവും, അള്ളാഹുരൊട്ടിക്കുള്ള ഞങ്ങളെ ബന്ധ ಗಟ್ಟಿಯವರು. ಇದೆಲ್ಲ ಪಂಡಿತന്മാർ ಈ ವಿಷಯത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടത് കാണുക സാധ്യവും. അങ്ങനെ ഇട്ടിക്കർ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവിടെ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ട്. നബി തങ്ങ ലാസ്റ്റ് സിദ്റത്തുൽ മുൻതഹ ചൊല്ലിയ ജാഗെ തോലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര സിദ്റത്തുൽ മുൻതഹ എന്തിരെ ചൊന്നത് പല രൂപത്തിലും പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് വിഷയ ഇട്ടിക്കർ. അപ്പം ചില പണ്ഡിതന്മാർ ചൊന്ന അതൊരു മറ ഇട്ടിക്കർ. ഏല ആകാശ കല്ലിൽ പിന്നെ ഉല്ലംഘത്തെ ഒരു മറ ഇട്ടിക്കറ് ഈ സിദ്റത്തുൽ മുൻതഹ ചൊന്ത. ആ സിദ്റത്തുൽ മുൻതഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിശദീകരിക്കർ. നബി തങ്ങ ചൊല്ലു ಅದರ ಎಲೆ ഇങ്ങനെ തോരോന്നു നബി തങ്ങ വിശദീകരിച്ചർ. എല്ലാം വിശദീകരിച്ചാൽ പിന്നെ നബി തങ്ങ ചൊല്ലു ഫമാ അഹദും മിൻ ഖൽഖില്ലാഹി യസ്തതീഉ അൻ യൻഅതഹാ മിൻ ഹുസ്നിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു ആ സിദ്റത്തുൽ മുൻതഹ നബി തങ്ങ സ്വർഗത്തെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ സ്വർഗ അല്ലാഹു കാട്ടിട്ടില്ല, സ്വർഗത്തെ കാട്ടറയ്ക്ക് മുന്നലായിട്ടിക്കരുത്. നബി തങ്ങൾ ചൊല്ലിട്ട് ആ സിദ്റത്തുൽ മുൻതഹത്തെ ചന്ത ഉണ്ടല്ലേ അത് ഫമാ അഹദുൻ യസ്തതീഉ അൻ യൻഅതഹ അതിരെ ചന്ത ചൊന്തറകു ഒരാൾക്ക് പോലും എന്താവൂല സാധ്യാവൂല. അത് എത്ര ചന്ത ഇന്തുಂಟು ചൊല്ലും പണ്ഡിതന്മാർ ചൊല്ലാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വർഗത്തിക്ക് എൻ്റർ ആവുറയ്ക്ക് മുന്നോൾ സ്വർഗത്തെ എല്ലാ ജാഗരും നബി എന്താക്കിട്ടില്ല അള്ളാഹു കാട്ടിക്കൊടുത്തിട്ടില്ല. അതിന് നിശ്ചയിക്കപ്പെട്ട ചില ജാഗ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ചിലത് മാത്രം നബിക്ക് കാട്ടിക്കൊടുത്തത്. അങ്ങനെ ഈ സിദ്റത്തുൽ മുൻതഹ പരിപൂർണമായിട്ടും നബി കണ്ടെത്ത് ആ കണ്ട നബി ചൊല്ലിട്ട് ഒരിക്കലും അതിനെ നിങ്ങൾക്ക് നക്കെന്താവല വിശദീകരിച്ചു തറകു സാധ്യമില്ല, അത്രയും ചന്ത ഇന്തുണ്ട്. അപ്പൊ സ്വർഗ എങ്ങനെ ഇക്കു ചൊന്തു വിശ്വാസിമാർ ചിന്തിക്കുക വേണ്ടിയിട്ടായിട്ടിക്കർ ഇത് ചൊന്നതായിട്ടിക്കർ. സ്വർഗ എങ്ങനെ ഇക്കും സിദ്റത്തുൽ മുൻതഹമേ നബി തങ്ങ ചൊല്ലിട്ട് ഞങ്ങൾക്ക് വിശദീകരിച്ചു തറകു സാധ്യമില്ലാണ്ട്. അപ്പൊ ആ സ്വർഗ എങ്ങനെ ഇക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അതുമായി ബന്ധപ്പെട്ട ഹദീസ് ഞങ്ങളെല്ലാവരും നെനപ്പാക്കണായിട്ടിക്കറ് ഈ വിഷയത്തിൽ. അപ്പം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു നാണ് അവിടേക്ക് എത്തിയ സന്ദർഭത്തിൽ അവിടെ 4 പിന്നെ പൊല ഒൽകിയ ഉണ്ട്. അവിടെ എന്തിനാ 4 പൊല? ഒന്ന് നെഹ്റാനി ബാത്തിനാനി വ നെഹ്റാനി ദാഹിറാൻ, 2 രഹസ്യമായ പൊല അതോ പർത്തികില്ല അവിടെ മാത്രം ഉള്ളത്. 2 പൊല അത് വാഹിറായത് പർത്തുകുള്ളതായി ഭൂമിയിലും ഒൽഗ്രതായ പൊല ഇട്ടിക്കത് ചൊന്ത ഇട്ടിക്കർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിട്ട് മാഹാദ യാ ജിബ്രീൽ, ജിബ്രീൽ ഇത് എന്തരെ?
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു ബാത്തിനായ ಎಂಕೆತ್ತೆ അഥവാ പർത്ത് ഒൽഗാത്ത പൊലെ ചൊല്ലത് അത് സ്വർഗത്തെ പോലെ ഇട്ടിക്കർ. ഇനിയാ പർത്ത് ഒൽകിയോ ഉള്ളത് പൊലേത് അത് ഫന്നൈൽ വൽ ഫുറാത്ത്, അതൊന്ന് നൈൽ നദിയായിട്ടിക്കറ്, രണ്ടാമത്തേത് യൂഫ്രിറ്റീസ് നദിയായിട്ടിക്കറ്. അത് സ്വർഗത്തെ ആ ആകാശ ലോകത്തെ എങ്ങനെ ഒൽഗുറു അള്ളാഹു ആലം നമുക്ക് ഗൊന്തില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തെ വിശദീകരിച്ചു തന്നത് അത് ഗൈബിയായ വിഷയത്തിക്കറ്. അത് ആ രൂപത്തിൽ ഞങ്ങൾ മനസ്സിലാക്കാണ്ട് മാത്രം. ഇനി ഹദീസില അല്ലെങ്കിൽ ഞങ്ങൾ ഇണ്ട് കണ്ടോ ഉള്ള നൈൽ നദിയ ആ യൂഫ്രിറ്റിസ് അള്ളാഹു ആലം ഞങ്ങൾക്ക് ഗൊന്തില്ല. ഹദീസിൽ ആ രൂപത്തിൽ വന്നത് അതിൽ ആ രൂപത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണായിട്ടിക്കറ്. ഈ സിദ്റത്തുൽ മുൻതഹത്തിಗೆ എത്തിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമറെ കാണ്ട് ചൊന്തായിട്ടിക്കറ് ഞങ്ങൾക്ക് കാണുക സാധ്യത. അപ്പൊ അത്രത്തോളം ജിബ്രീലിനെ കണ്ടിട്ടില്ലേ? ജിബ്രീലിനെ കണ്ട് അത്രത്തോളം ജിബ്രീലിനെ കണ്ട് അത്രത്തോളം ജിബ്രീലിനെ കണ്ടത് ഒരു സ്വഹാബിരെ രൂപത്തിലായിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ജിബ്രീൽ ബർബല്ല ഒരു മനുഷ്യ രൂപത്തിലായിട്ടിക്കറ് ബന്നോ ഇന്നത് ആയെങ്കിൽ ആ ജണ്ടുപെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടു. ഒന്ന് ഹിറാ ഗുഹയിലിക്കുമ്പത്തു, രണ്ടാമത്തേത് ഈ സിദ്റത്തുൽ മുൻതഹത്തിಗೆ എത്തിയപ്പോൾ ഇട്ടിക്കറ്. നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നജ്മുൽ ചൊൽഡ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ ബദൽ ഓർക്ക കണ്ടിട്ട് എവിടെ? ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹത്തിൽ വെച്ചിട്ട് ഇട്ടിക്കറ് കണ്ടത്. ഇൻദഹ ജന്നത്തുൽ മഅവ, അതര മുട്ട ഇട്ടിക്കറ് സ്വർഗ്ഗ ഉള്ളത് ചൊന്തു ഇവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുക സാധ്യമാണ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ട് നബി തങ്ങൾ ചൊല്ലു റഅയ്തു ജിബ്രീൽ അലാ സിദ്റത്തുൽ മുൻതഹ വലഹു 600 ജനാഹ്. ജിബ്രീലിಗೆ എന്തിനെಂತು 600 റെക്ക ജിബ്രീലിಗೆ എന്തിട്ട് 600 റെക്ക എന്ത്, ഓരോ റെക്കയും ഭൂമിയിലെ പിടിച്ചിട്ട് ആകാശത്തോലോ നീണ്ടു നിൽക്കുന്ന അത്രയും വലിയ റെക്ക ഇട്ടിക്കറ് ഒരു റെക്ക. അങ്ങനത്തെ 600 റെക്ക ആറിയന്ത് ജിബ്രീൽ അലൈഹിസ്സലാമുക്ക് 600 വിങ്സ് ഇന്തുണ്ട്. അപ്പൊ അത്രയും വലിയ അള്ളാഹുരെ സൃഷ്ടിയായിട്ടിക്കറാറ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലെ ഹദീസിലെ ബാക്കിയെ ചൊല്ലത് മറർത്തു ലൈലത ഉസ്രിയ ബി അലൽ മലഇൽ അഅല. നാണ് അങ്ങനെ മലക്കിറങ്ങളെ ആ ഒരു ലോക മലക്കിറങ്ങളെ ആ ഒരു മജ്ലിസിന്റെ ജാഗയ്ക്ക് എത്തിയ സന്ദർഭത്തിൽ അഥവാ മലക്കിറങ്ങൾക്ക് അള്ളാഹു കൽപ്പന കൊടുക്കുന്നതായ ആ ഒരു മജ്ലിസിക്ക് നാണ് എത്തിയപ്പ ഫൈദാ ജിബ്രീലു കൽ ഹിൽസിൽ ബാലി മിൻ ഖശിയത്തില്ലാ. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെയാണ് കണ്ടത് ഒരു 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 ചണ്ടിയായ തുണിര പോലെ ഇട്ടിക്കറുണ്ട്. ഒരു തുണി ചണ്ടിയാക്കി എങ്ങനെക്കൂ അതുപോലെ. എന്തുകൊണ്ടിട്ടു? മിൻ ഖശിയത്തില്ലാ, അള്ളാഹുരെ പേടിച്ചിട്ട്. അപ്പൊ അള്ളാഹുരെ ഇത്രയും വലിയ സൃഷ്ടിയായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുരെ പേടിച്ചിട്ട് അയാളുടെ ശരീര പ്രകൃതി അയാളുടെ ശരീര രൂപ ചൊല്ലത് ഒരു ഉണങ്ങിയെങ്ക ചണ്ടിയായെങ്കത്തെ ഒരു തുണി പോലെ ഒരു മൂലല് ജിബ്രീൽ അലൈഹിസ്സലാം ഇന്ത് ചൊന്തയിട്ടിക്കറ് ഉടൻ നമുക്ക് പഠിപ്പാട്ടി തണ്ടത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ പിന്നെ ഈ സിദ്റത്തുൽ മുൻതഹത്തെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാട്ടി തണ്ടതായ വിഷയട്ടിക്കർ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെ നണ്ടട്ട് ചൊന്തു നക്ക് ഉടുത്തോല മാത്ര ബർഗു ಪರ್ಮಿಷನ್ ಉಳ್ಳೇ ಇನ್ನು ನಿಂಗ ಮಾತ್ರ ಪೋರು ನಬಿಯ ಚೊಂತ ಜಿಬ್ರೀಲ್ ಅಲೈಹಿಸ್ಸಲಾಂ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಕಡ್ತಾರೆ. നോക്കൂ, ನಾನು ഫസ്റ്റ് ചൊന്നല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ബേജാറിലുള്ള മനുഷ്യക്ക് സൊല്യൂഷൻ കൊടുക്കുക. എങ്ങനെയുള്ള കൊടുക്കുക? ജിബ്രീലിക്ക് പോലും പോണുക അനുവാദം ഇല്ലാത്ത ഒരു ജാഗിൽ അത്രയും ഹൈ ലെവലിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയ നബിക്ക് സമാധാനം, നബിയുടെ മനസ്സിക്ക് സമാധാനം കൊടുക്കൂ, അല്ലെങ്കിൽ നബിയുടെ മനസ്സിനെ ഗട്ടിയാക്കുക വേണ്ടിയിട്ട്. ഇതുപോലെ വിശ്വാസിമാർ എല്ലാവരും ഇങ്ങനെ ഇട്ടിക്കറ്. ഞങ്ങളെ ജീവനത്തിൽ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇന്നെങ്കിൽ ഞങ്ങൾക്ക് സൊല്യൂഷൻ അത് ഞങ്ങൾ തഖ്വ ഉള്ള ആൽമാറ, ഞങ്ങൾ അള്ളാഹുരെ തെരുളുള്ളമാ, ഞങ്ങൾ അള്ളാഹുരെ സൂക്ഷിച്ച് ജീവിക്കറമാ, അള്ളാഹു ഞങ്ങൾക്ക് സൊല്യൂഷൻ തണ്ട. എങ്ങനെ ഏത് രൂപത്തിൽ ഏത് എക്സ്റ്റെൻഡ് വേണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പോവുക, അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തരുക. ഞങ്ങൾക്ക് ഗൊന്താവില്ല, ഞങ്ങൾക്ക് ചിന്തിക്കുക പോലും ആവില്ല ചൊല്ലതായിട്ടിക്കറ് ഞങ്ങൾക്ക് മനസ്സിലാക്കില്ല. അങ്ങനെ ജിബ്രീലിക്ക് പോലും പോണുക അനുവാദം ഇല്ലാത്ത ജായകക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഞാൻ അങ്ങനെ സുമ്മ ഉരിജ ബി ഹത്താ വഹർതു ലിമുസ്തവ, ഞാൻ എവിടത്തോളം എത്തിയ അസ്മഉ ഫീഹി സരീഫൽ അഖ്ലാം, പെണ്ണര സൗണ്ട് കേൾക്കറോടത്തോളം ഞാൻ എത്തിയാൻ. ഏത് മലക്കിറങ്ങ മനുഷ്യന്മാരെ നല്ലതും ബെടക്കും, അതേപോലെ പിന്നെ ദുനിയ ഈ വിഷയമല്ല അള്ളാഹുമായി ബന്ധപ്പെട്ട് മലക്കിറങ്ങ ഓരോ എൽദരതായ മലക്കിറങ്ങുള്ളവർ ആ മലക്കിറങ്ങ പെണ്ണുകൊണ്ട് എൽദര സൗണ്ടാണ് കേട്ടാണ്ട് അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയ ഒരു ജാവലും കൊണ്ടുപോയായിട്ടിക്കർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ഒരു അവസ്ഥക്ക് ആ ഒരു ലെവൽ തോല അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ಎತ್ತಿತ್ತು ಚೊಂತ ಇಟ್ಟಿಕ್ರು ನಂಗೆ ಮನಸ್ಸಿಲಾಕೋ ಸಾಧ್ಯವ್ರು. അങ്ങനെ അവിടെ എത്തിയൽ പിന്നെ ഇട്ടിക്ರು പിന്നെ സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರೊಟ್ಟಿಗೆ ಕೊರಿಯ ವಿಷಯ ಫಲಕ ಬರೀರದು, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമട്ട ഫലക ಬರೀರದು ആ ഒരു ജാഗിൽ ഇട്ടിക്ರು. ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വിഷയം ഇട്ടിക്ರು അള്ളാഹു സുബ്ഹാനഹു വ തആലരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡയറക്റ്റ് കണ്ടറ ഇല്ലേ ചൊല്ലിക്കത്തെ ഒരു വിഷയ. നബി തങ്ങ ഡയറക്റ്റ് അള്ളാഹുരെ കണ്ടറ ചൊല്ല വിഷയത്തിൽ. അപ്പൊ ഒരു വിഷയ ഇജ്മാ ഉള്ള വിഷയം ഇട്ടിക്റ് നബി തങ്ങളെ കണ്ണുകൊണ്ടിട്ടു അള്ളാഹുരെ എന്താക്കിട്ടില്ല, കണ്ടിട്ടില്ല. കാരണം അള്ളാഹു ഖുർആനിൽ ചൊന്നത് ലാ യുദ്രികുഹുൽ അബ്സാർ, ഒരിക്കലും നിങ്ങളെ ദുനിയാവുരെ കണ്ണുകൊണ്ടിട്ട് എന്തിനാ സാധ്യല്ല, അള്ളാഹുരെ കാണ്ടത് സാധ്യല്ല ചൊന്നത് നബി സല്ലല്ലാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊന്നെങ്കെത്തതായ ഒരു വിഷയം ഇട്ടിക്റ്. ആയെങ്കിലും ചില പണ്ഡിതന്മാർ ചില സ്വഹാബിമാരെ അഭിപ്രായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽബ് കൊണ്ടിട്ടു അള്ളാഹുരെ കണ്ടറ് ചൊന്ന അഭിപ്രായമില്ല കെത്ത ചില സ്വഹാബിമാരും ഇന്നാർ. ഏതായെങ്കിലും ഈ ഒരു സഫറിൽ അള്ളാഹുരെ ഡയറക്റ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടില്ല. മാത്രമല്ല സൂറത്തു ഷൂറത്തിൽ അള്ളാഹു ചൊന്നെങ്കെത്ത ഒരു പലക്ക വമാ കാന ലി ബശരിൻ അൻ യുകല്ലിമഹുല്ലാഹ് ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബ്. വമാ കാന ലി ബശർ, ഒരു മനുഷ്യക്കും അനുവാദം ഇല്ലാണ്ട് അതിൽ നബിയും പെട്ടിട്ട് എല്ലാവരും അതിൽ പെട്ടാർ. അൻ യുകല്ലിമഹുല്ലാഹ്, അള്ളാഹുട്ട പലക്ക ബരിയോഗു ഒരു മനുഷ്യക്കും അനുവാദം ഇല്ല, ഇല്ല വഹ്യൻ, ഒന്നെങ്കിൽ വഹ്യ മുഖാന്തര പലക്ക ബരി, അല്ലെങ്കിൽ ഔ മിൻ വറാഇ ഹിജാബ്, അല്ലെങ്കിൽ ഒരു ഹിജാബിനെ പെറവിൽ നിന്നിട്ടിട്ട് ഒരാൾക്ക് പലക്ക പ്രയോഗ അനുവാദമില്ല. അങ്ങനെ അള്ളാഹുട്ട ഡയറക്റ്റ് പലക്ക പറഞ്ഞത് ഒന്ന് നബിമാർ വഹി മുഖാന്തര, രണ്ട് ഡയറക്റ്റ് ഈ രൂപത്തിൽ പലക്ക പറഞ്ഞത് ഒന്ന് മൂസാ നബി അലൈഹിസ്സലാം, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടിക്കർ. അങ്ങനെ ആ ജാഗയ്ക്ക് എത്തിയപ്പോൾ ഇട്ടിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ നിർബന്ധമാക്കരുത്, നിസ്കാരത്തെ ഫർലാക്കരുത് ആ ഒരു ജാഗയിലേറ്റിക്കർ. സഹോദരന്മാർ ഇവിടെ ഞങ്ങ ഗൗരവത്തിൽ ആലോചനായിക്കനായിക്കത്തെ ഒരു വിഷയത്തെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ട നോക്കറോ. ആകാശ ലോകത്ത് ഇത്രയും വലിയ സഫർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ ഒരു മുഅ്ജിസത്തിനെ കൊടുത്തിട്ടു ആ ആകാശ ലോകത്തേക്ക് ജിബ്രീലിന്റെ പോലും കൊണ്ടുപോവാണ്ട്, ജിബ്രീലിന്റെ പോലും വിളിച്ചു പോയിട്ടില്ല ആ ജാഗ. അങ്ങനത്തെ ഒരു ജാഗയ്ക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹു ഫർലാക്കറ, അള്ളാഹു കൊടുക്കുന്ന ഒരു ഷറാന്തരെ നിസ്കാരത്തെ നിർബന്ധാക്കി ചൊല്ലതായിട്ട് അത് നിസ്കാരത്തെ ഒരു മഹത്വത്തായിട്ടിക്കറ് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. എത്രത്തോളോ മഹത്വം ഉള്ളതായിട്ടിക്കറ് നിസ്കാര ചൊല്ലത്. എൻ്റെ മുസ്ലിം ഉമ്മത്ത് ആ വിഷയത്തിൽ ഞങ്ങൾ എത്രമാ ബാക്ക് പോയിരാ. നിസ്കാരത്തെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ നിസ്കരിக்கிறമാകേട്ടെങ്കിൽ ഞങ്ങൾ എല്ലാം നിസ്കരിக்கிறമായിട്ടിക്കറ. അതല്ലെങ്കിൽ ജമാഅത്ത് ശ്രദ്ധിக்கிறമാകേട്ടെങ്കിൽ യാരത്തെ ആൾമാരും യാരത്തെ സന്ദർഭത്തിലും ജമാഅത്ത് ഞങ്ങൾ ആയത്ര ഞങ്ങൾ ശ്രദ്ധിക്കിற ആയിട്ടിക്കുക. മാത്രമ ആ നിസ്കാരത്തെ വിഷയത്തിൽ മനസ്സുക ഒരു കദർ, ಅದರ വിഷയത്തിൽ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാക്കിയിട്ടെങ്കിൽ നിസ്കാരത്തേക്ക് ഞങ്ങൾ എൻട്രായെങ്കിൽ ഞങ്ങൾ അവസ്ഥ ಅಂದರೆ കൈകെട്ടിയതും സലാം വീട്ടതും മാത്രം ഞങ്ങൾക്ക് നെനപ്പില്ല. ബാക്കി അതിരയിടെല്ലാം ഒരു മെഷീന് പോലെ ഇട്ടിക്കരുത് ഞങ്ങൾ ആക്കരുത്. അവിടെ ഞങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു സഫർ ചില ഉലമാക്കന്മാർ ചൊന്നാറ് ഈ സഫർ ചൊല്ലത് അള്ളാഹു ജണ്ട് കാരണത്തിന് വേണ്ടിയിട്ടായിട്ട് ഈ സഫർ അള്ളാഹു ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ ഒരു സഫർ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് ജണ്ട് കാരണത്തിന് വേണ്ടിയിട്ടായിട്ട്. ഒന്ന് നബി തങ്ങളെ മനസ്സിക്ക് സമാധാനം കൊടുക്കുക, രണ്ടാമത്തേത് നിസ്കാരം നിർബന്ധാക്കുക. ಬೇರೆ ഒരു ಕಾರಣ ಬೇರೆ ഒരു സബബ് ഈ സഫർ മുഖാന്തരം അള്ളാഹുಗಿಲ್ಲ ಅಂತ ഈ രണ്ട് കാരണത്തിന് വേണ്ടി മാത്രം അള്ളാഹു ഈ സഫറിനെ നിശ്ചയിച്ചത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರ മനസ്സിಗೆ സമാധാನ കിട്ടുക, രണ്ട് നിസ്കാര നിർബന്ധാക്കുക. അപ്പം അത്രയും ഗൗരവമുള്ളതായിട്ട് നിസ്കാരം ചൊല്ലുന്നത്. ഇസ്ലാമിന്റെ ശരീഅത്തിൽ അള്ളാഹു നിസ്കാരത്തെ നിർബന്ധമാക്കി ആ ജാഗയിൽ നിർബന്ധമാക്കി ಬೇರೆ ഒന്നുമില്ല ചൊല്ലത് നമുക്ക് മനസ്സിലാക്കുക സാധ്യം. അപ്പം ആ ചരിത്ര നമുക്ക് കാണുക സാധ്യ. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല അള്ളാഹു നക്ക് വഹീദന്ത് എന്തൊരു വഹീദന്നെ 50 സ്വലാഹ് 50 വക്ത് നിസ്കാരം. ഈ ഉമ്മത്തിക്ക് 50 വക്ത് നിസ്കാരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നത്. അങ്ങനെ ആ ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴിൽ വന്നപ്പോൾ അത് ഞങ്ങൾ കേട്ട് പഠിച്ച വിഷയമായിട്ടിക്കറ്. ചെറിയക്കുമ്പത്തേക്ക് ഞങ്ങൾ കേട്ട ഒരു സ്റ്റോറി ആയിട്ടിക്കറ്. മൂസാ നബി അലൈഹിസ്സലാമറെ കാണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഇട്ട് ചൊല്ലു നക്കിങ്ങനെ അള്ളാഹു 50 വക്ത് നിസ്കാരത്തെ നിശ്ചയിച്ചു തന്നറ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുടെ റസൂലിട്ട് ചൊല്ലു അള്ളാഹുടെ റസൂലെ നിങ്ങളെ ഉമ്മത്ത് ഒരിക്കലും അത് സാധിക്കല അള്ളാഹുട്ട ഖഫീഫാക്കുക, അതിനെ ഈസി ആക്കുക നിങ്ങൾ കേൾക്കറു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം ഇട്ട പെർമിഷൻ കേൾക്കറ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഓക്കെ ചൊല്ലു അള്ളാഹുട്ട പോയിട്ട് കേൾക്കറ്. അള്ളാഹുവെ നൻ്റെ നിസ്കാരത്തെ
ನೀನು ಈ ತೆಲ್ ಕೊರೋಡಿ ಹಾಕಿ ತರ್ನು ಫೈನ್ನ ಉಮ್ಮತಿ ಲಾ ಯಸ್ತತಿഉ ಹಾದಾ നന്റെ ഉമ്മത്ത് എന്താവല ഒരിക്കലും അത് നിസ്കരിക്കുക നന്റെ ഉമ്മത്തിക്ക് സാധ്യമില്ല ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് നമുക്ക് കാണുക സഹോദര. അങ്ങനെ കൊറോടി ആക്കിയിട്ട് ലാസ്റ്റ് 5 വക്തിക്ക് ആക്കിയതായിട്ട് നമുക്ക് കാണുക സാധ്യ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൊല്ലൊരു ഫലക്ക് കാണാം. മുഹമ്മദ് നബി, യാ മുഹമ്മദ് വല്ലാഹി ലഖദ് റാവത്തു ബനി ഇസ്രായീല ഖൗമി അലാ അദ്നാ മിൻ ഹാദാ ഫസനഉ ഫദഉഫു വതറകൂഹു. നബിയെ, നിങ്ങളെ നന്റെ ഉമ്മത്ത് ഈ 5 കൊറോടി ആയിട്ടിക്കറ് നന്റെ ഉമ്മത്ത് കിട്ടിയത്. അഥവാ ബനു ഇസ്രായേലിക്ക് 5 വക്തരാൻറ്റി കൊറോടി നിസ്കാരമായിട്ടിക്കറ് കിട്ടിയത്. അങ്ക് അതാക്കുക ആയിട്ടില്ല, അങ്ങ് അതാക്കിയിട്ടില്ല. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന ഉമ്മതക അദ്അഫു അജ്സാദൻ വഖുലൂബൻ വഅബ്ദാനൻ വഅബ്സാറൻ വഅസ്മാ. നബിയെ, നിങ്ങളെ ഉമ്മത്ത് ബനു ഇസ്രായേലിന്റെ ആൻറ്റി എന്തൊരു ദുർബലന്മാരായിട്ടിക്കറർ. അങ്ങനെ ശരീര ರೂಪಾವಟ್ಟು, അങ്ങനെ കൽബാവട്ടു, ಎಲ್ಲ ಅಂಗಲ ಕಣ್ಣು ಅಂಗಲೆ ಕೇಕೋಗು ಕಾಣೋಗುಲ್ಲ ಶಕ್ತಿಯಲ್ಲ ಬನೂ ಇಸ್ರಾಯೇಲ್ಡೆ ಅಂಟಿ ಕೊರೋಡಿಯುಳ್ಳೆ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇത്ര വക്ത് നിസ്കരിക്കോകും സാധിക്കല ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആലട്ട നിങ്ങൾ അത് ഈസി ആക്കോകു ചൊല്ലണു ചൊന്തു ചൊല്ലത് നമുക്ക് കാണുക സഹോദര. അങ്ങനെ ഈ 5ാമത്തെ വക്ത് നിസ്കാരത്തെ കൊടുത്തതായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമട്ടെ ചൊല്ലതായ ഒരു പലക്കുണ്ട്. എന്തൊരു ഫകുല്ലു ഹസനത്തിൻ ബിഅശരി അംസാലിഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിട്ട് നാണ് ഉമ്മുൽ കിതാബിലു നിങ്ങളെ ഉമ്മത്തേക്ക് നിശ്ചയിച്ചതായത് 50 വക്ത് നിസ്കാരമായിട്ടിക്കർ. അപ്പൊ നിങ്ങക്ക് കൊറോടിയാക്കി തന്നതാണ് 5. അയെങ്കില നിങ്ങളെ ഉമ്മത്ത് 5 വക്ത് നിസ്കരിച്ചെങ്കും അങ്ക് ഏതൊരു കൂലിയുണ്ടു? 50 വക്ത് നിസ്കാരത്തെ കൂലിയുണ്ടു. സുബ്ഹാനല്ലാഹ്. 5 വക്ത് അങ്ങ് നിസ്കരിച്ചെങ്കും ഉമ്മുൽ കിതാബിലു നിങ്ങളെ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ നിശ്ചയിച്ചത് എത്ര? 50 വക്ത് നിസ്കാരമായിട്ടിക്കർ. അപ്പൊ അതിനാണ് നിങ്ങൾക്ക് 5 കൊറോടിയാക്കി തന്നിരെങ്കും നിങ്ങളെ ഉമ്മത്ത് 50 വക്ത് നിസ്കരിച്ച കൂലിയുണ്ട് നബിയെ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമട്ട ആ ലാസ്റ്റ് സന്ദർഭത്തിൽ ചൊല്ലത് കാണാം. ബദല ബന്നപ്പോ അപ്പം മൂസാ നബി അലൈഹിസ്സലാം ബദലെ റിട്ടേൺ പോണു ചൊല്ലു. അയങ്കല അല്ലാഹു സുബ്ഹാനഹു അല്ലാഹു റസൂൽ ചൊല്ലു വല്ലാഹി ഇസ്തഹ്യയ്തു മിൻ റബ്ബി മിമ്മ ഇഖ്തലഫ്തു ഇലൈഹി. നാണ് ഇത്തരപ്പെട്ട പോയല്ലേ ഇന്ന് നക്ക് പോണുകു ഇഷ്ടമില്ലാത്ത ചൊന്തു നങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലത് നമുക്ക് കാണുക സാധ്യമാവും. ഇനി ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നെ സ്വർഗത്തെ ചില ഭാഗ അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കാട്ടിക്കൊടുക്കുക. അതേപോലെ നരകത്തിൽ ചില ആൾമാർഗുള്ളെങ്കത്തെ പ്രത്യേകമായ ഒരു ശിക്ഷരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാട്ടിക്കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയിൽ പണ്ഡിതന്മാർ ഒരു ഫായിദ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്ന ഒരു ബെനിഫിറ്റ് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. അതായത് മൂസാ നബി അലൈഹിസ്സലാമിട്ട് ബന്ധപ്പ മൂസാ നബി അലൈഹിസ്സലാം എന്താക്കറ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നസീഹത്താക്കറ്. 4 പട്ട നബി ബാക്ക് പോണ്ടു, അല്ലെങ്കിൽ 5 പട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ബണ്ട അള്ളാഹുര മുട്ട. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമുക്ക് ഗൊന്തുണ്ടു, മുന്നോലത്തെ അനുഭവം ഉണ്ട്, ബനു ഇസ്രായേലിന്റെ അനുഭവം. അപ്പൊ ആ അനുഭവം വെച്ചിട്ട് ഒരു നസീഹത്താക്കറ് മൂസാ നബി അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നസീഹത്ത് മുഹമ്മദ് നബി സ്വീകരിക്കറ്. അപ്പൊ ഇത് എപ്പോഴും പരസ്പര വിശ്വാസിമാരുടെ ഉണ്ടാവണായ ഒന്നായിട്ടിക്കറ്. ഞങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആക്കുക പോകുമ്പോഴത്തേക്കും അത് ഗൊന്തിന്ന ആൾമാരട്ട മുഷാവറാക്കറ് കേക്കറെ ചൊല്ലത്. അതേപോലെ ആരെങ്കിലും മുഷാവറ കേക്കുക വന്നെങ്കിൽ ഞങ്ങളെ അനുഭവത്തിൽ ഞങ്ങൾക്ക് ഗൊന്തുള്ളത് ഞങ്ങൾക്ക് ചൊന്തു കൊടുക്കരുത്, ഇങ്ങനെ ആക്കണ്ട അല്ലെങ്കിൽ ആക്ക് ചൊല്ലത്. അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ചൊന്നെങ്കിൽ അത് സ്വീകരിക്കരുത്. ഇതെല്ലാം വിശ്വാസിമാർക്ക് ഉണ്ടാവണ എങ്കത്തെ ഒരു സ്വഭാവ ചൊന്തു പണ്ഡിതന്മാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടാറ്. ഇനി ഈ സിദ്റത്തുൽ മുൻതഹത്തിൽ 3 വിഷയമായിട്ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത്. ഒന്നാമത്തേത് ഫഉതിയ സലാസ 3 വിഷയത്തെ അല്ലാഹു കൊടുത്ത. ഒന്ന് സ്വലവാത്തുൽ ഖംസ് 5 നേരത്തെ നിസ്കാരത്തെ നിർബന്ധമാക്കിയ. വ ഖവാതീമു സൂറത്തുൽ ബഖറ സൂറത്തുൽ ബഖറത്തെ ലാസ്റ്റ് ജണ്ടായത്ത് അമന റസൂൽ തുടങ്ങുന്ന ജണ്ടായത്ത് ഈ ജാഗല വെച്ചിട്ടായിട്ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്നത് വയഗ്ഫിറു ലിമൻ മാത മിൻ ഉമ്മത്തിഹി ലാ യുശ്രികു ബില്ലാഹി ഷൈഅ. നിങ്ങളെ ഉമ്മത്തിൽ നബിയെ ഷിർക്കാക്കാണ്ട് മരിക്കുന്ന ആൾമാർ അങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കറ അങ്ങനെ ചില ആൾമാർക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആൾമാർക്ക് അല്ലാഹു എന്താക്കറ പുറത്തു കൊടുക്കുക. അത് ഈ സ്പെഷ്യലി ഈ ഒരു ജാഗല് കൊടുത്തെങ്കിത്തെ ഒരു നിഅമത്തായിട്ടിക്കറ. അപ്പൊ അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവൂ ഞങ്ങളെ ജീവന ചൊല്ലത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹത്തിൽ അടിസ്ഥാനമായിട്ടുണ്ടായെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളെ ജീവനത്തിൽ ഉണ്ടുണ്ടായെങ്കിൽ, ഷിർക്കിൽ നിന്നിട്ട് ഞങ്ങൾ വിട്ടു നിന്നിട്ടായെങ്കിൽ ഇങ്ങനെ ഉള്ളതായി വലിയ ഒരു ഓഫർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ನಂಗೆ ತನ್ನರ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮುಖಾಂತರ ಚೊಲ್ಲಿಂಕೆತ್ತೆ ഒരു വിഷയത്തോടെ നിങ്ങൾ മനസ്സിലാക്കണു. ഇൻഷാ അല്ലാ ആ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതും ആ നരകവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച വിഷയം നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ചർച്ചയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ.